രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് SFIയുടെ പ്രതിഷേധം. ബസ്സുകൾ കയറിയിറങ്ങി രാഹുലിന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണം ഉയർന്ന ആദ്യഘട്ടം മുതൽ തന്നെ പല പാർട്ടികളും സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളിലും ഒക്കെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ DYFIയുടെയും BJPയുടെ ഒക്കെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ SFI കൂടി പ്രതിഷേധ രംഗത്തേക്ക് വളരെ സജീവമായി ഇറങ്ങുകയാണ്. വളരെ ശക്തമായി തന്നെ ഇന്ന് SFIയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് പ്രതിഷേധം. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലുക്കൌട്ട് നോട്ടീസ് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തുന്ന ഓരോരുത്തർക്കും അത് നൽകി അതിനെക്കുറിച്ച് സംസാരിച്ചു. ഒപ്പം തന്നെ ബസ്സുകൾ കയറി ഇറങ്ങിയുള്ള ഒരു പ്രതിഷേധമാണ്. ബസ്സിലെത്തുന്ന യാത്രക്കാർക്ക് ആ നോട്ടീസുകൾ നൽകി അതിനെക്കുറിച്ച് സംസാരിച്ചൊക്കെയാണ്. ഈ MLA-നെ ഇപ്പോൾ കാണാതായിട്ട് കേസെടുത്തതിന് പിന്നാലെ MLA-യെ കാണാതായിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി അതെ, കാരണം നിലവിൽ ഈ ഒരു ആരോപണങ്ങൾ എത്തിയിരുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ SFIയുടെ നിലപാടുകൾ നമ്മൾ ഓരോ സമയത്തും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൂ കേസ് എന്നായിരുന്നു. അദ്ദേഹം വളരെ നിഷേധാർത്ഥകമായിട്ടുള്ള കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ കേസില്ലാത്തല്ലോ, തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ, കേസില്ലല്ലോ എന്നാണ്. അപ്പോൾ ഷാഫിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇത്രയും കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടിയിരുന്ന കാര്യമേ അല്ല അത്. അദ്ദേഹം ജനങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. എന്നാൽ അദ്ദേഹം ചെയ്തത് വളരെ നാണം കെട്ടിട്ടുള്ള ഒരു സമീപനമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. MLA സ്ഥാനം രാജിവെക്കണം എന്നൊരു ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും MLA സ്ഥാനം ഇങ്ങനെ ഒരു ആരോപണ വിധേയനായപ്പോൾ തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനമൊക്കെ അദ്ദേഹം വലിച്ചെറിഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ രാജിവെച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഓരോ പെൺകുട്ടികളെയും, സ്ത്രീകൾ ആരൊക്കെ ഇവിടെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടാലും സൈബർ വിങ് രഹസ്യമായിട്ടുള്ള രീതിയിലാണെങ്കിലും പരസ്യമായിട്ടുള്ള രീതിയിലാണെങ്കിലും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സഹപ്രവർത്തകരടക്കം അദ്ദേഹത്തിനെതിരെ പറയുമ്പോഴും അവർക്ക് പോലും സൈബർ ബുള്ളിയിങ് ഏൽക്കേണ്ട ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാന്യമായിട്ട് അദ്ദേഹം രാജിവെച്ചിട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ കനക്കുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ MLA ഓഫീസിലടക്കം കണ്ടതാണ്. അത് ഇനിയും വരും ദിവസങ്ങളിലും MLA-യെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ, കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ പ്രതിഷേധം കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്ന ഗുരുതര ആരോപണങ്ങൾ അത് ഇനി ഇപ്പോൾ പോലീസ് മറ്റ് നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിൽ കൂടി ഉടനടി ഈ MLA-യെ അറസ്റ്റിൽ ആക്കണം, അല്ലെങ്കിൽ MLA കീഴടങ്ങണം എന്നൊരു ആവശ്യം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ കൂടി നേതൃത്വത്തിലാണ് ഇന്ന് SFI ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ലുക്കൌട്ട് നോട്ടീസ് ഒട്ടിച്ചും ഒപ്പം ഈ യാത്രക്കാർക്ക്, ഇവിടെ എത്തുന്നവർക്കൊക്കെ ഇത് നൽകിയും അവയർനെസ് നൽകിയൊക്കെയാണ് ഇവർ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ രാജീവ് സുധേവിനൊപ്പം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും ഐഷത്തുൽ ഷംന, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.